മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പരിപാടിയാണ് ബിഗ് ബോസ്. കഴിഞ്ഞ 6 സീസണുകളിലും ആ ജനപ്രീതി പ്രകടമായി. 7ാം സീസണിൽ എത്തി നിൽക്കുമ്പോഴും അതിനൊരു മാറ്റവുമില്ല. സീസണിന് കൊടിയേറാൻ അധികം ദിവസം ബാക്കിയില്ല. അടുത്ത മാസം ആദ്യം പരിപാടി തുടങ്ങുമെന്നാണ് ലഭ്യമായ വിവരം. ഇതിനിടയിൽ മോഹൻലാലിന്റെ സാന്നിധ്യമുള്ള ചില പ്രമോ പരിപാടികൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെയാവും ബിഗ് ബോസ് 7ാം സീസണിൽ മത്സരരംഗത്തുണ്ടാവുക എന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. വിവിധ ഓൺലൈൻ മാധ്യമങ്ങളും ബിഗ് ബോസ് റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സുമൊക്കെ ഇത്തരത്തിൽ സാധ്യത പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബിഗ് ബോസ് മല്ലു ടോക്സ്. ഈ ചാനലിലൂടെ രേവതിയാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. ഇപ്പോഴിതാ ഈ വർഷത്തെ പരിപാടിയുടെ തുടക്കത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പട്ടികയിൽ ചില മാറ്റങ്ങൾ കുറിച്ചു എന്നൊക്കെ സംസാരിക്കുകയാണ് രേവതി. നേരത്തെ മത്സര രംഗത്തുണ്ടാവുമെന്ന് കരുതിയിരുന്ന 3 പേർ ഇക്കുറി ഉണ്ടാവില്ലെന്നാണ് രേവതി പറയുന്നത്. കൂടാതെ കോമണേഴ്സിന് വേണ്ടിയുള്ള ഓഡിഷനെ കുറിച്ച് രേവതി ഈ വീഡിയോയിൽ പറയുന്നു. രേവതിയുടെ വാക്കുകൾ ഇങ്ങനെ: ആദ്യം പറയാനുള്ള നമ്മുടെ ലാലേട്ടൻ്റെ കാര്യമാണ്. ലാലേട്ടൻ സ്റ്റാർ സിംഗറിൽ വരാൻ പോകുന്നു. എന്തിനായിരിക്കും പുള്ളി വരുന്നത്? ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിനെ കുറിച്ച് ഈ പരിപാടിയിൽ ലാലേട്ടൻ പറയുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ഷൂട്ട് എല്ലാം ഏകദേശമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓഗസ്റ്റ് 3 ആയിരിക്കും ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ച് നടക്കുക. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ 24/7 ലൈവായി കാണാവുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉള്ള ചിലരൊക്കെ ഏകദേശം കൺഫേമായി. എന്നാലും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവസാനമേ അതിനെക്കുറിച്ച് ഞാൻ പറയുകയുള്ളൂ. എന്തായാലും ഇത്തവണയും ചെന്നൈയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. 2ാം തീയതി എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ കയറും. ഇനി അടുത്തത് നമ്മുടെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കുറേ പേരുടെ പേരുണ്ടായിരുന്നു. അതിൽ ആരും കൺഫേം ആയിട്ടില്ല. അതിനിടയിൽ 3 പേർ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഉണ്ടാവില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഒരാളാണ് അവന്തിക മോഹൻ. ഞാനില്ല ഇത്തവണ ബിഗ് ബോസിൽ എന്നാണ് പറഞ്ഞത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. അതുപോലെ 2ാമത്തെ ആൾ റോഷൻ ബഷീറാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് പഴയ സീസണിൽ വിളിച്ചിരുന്നു എന്നാണ്. ഇപ്പോൾ ഞാനില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ആൾ രേഖ രതീഷ്. എൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ 1ാമത് ഉണ്ടായിരുന്ന ആളാണ് രേഖ രതീഷ്. പഴയ സീസണുകളിൽ കോൺട്രാക്ട് ചെയ്തിരുന്നു എന്നാണ് രേഖയും പറഞ്ഞത്. പക്ഷേ ഈ സീസണിൽ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്.